നല്ല എരിവും പിന്നെ തക്കാളിയൊക്കെ ഇട്ടതിൻ്റെ ഒരു ചെറിയ പുളിയും പിന്നെ മസാലകളും എല്ലാതും ഇങ്ങനെ പിടിച്ച് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി. എങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി, എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള, ഞാൻ ഉണ്ടാക്കണതിൽ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള, എന്നാൽ ഒട്ടും സമയമെടുക്കാത്ത, എല്ലാം കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ ചിക്കൻ കറി. അതും കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു അടിപൊളി മസാല പെരണ്ട പോലത്തെ, ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും എന്ത് സാധനം ആയിക്കോട്ടെ സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പോണത് കേട്ടോ. ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്. ഇവിടെ ഞാനിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് ചിക്കൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മൾ എല്ലുള്ള ചിക്കൻ ഉപയോഗിച്ചാലും മതി. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എനിക്ക് ഈസി ചെയ്ത് വാങ്ങിക്കാനാണ്, അപ്പോൾ അത് കാരണമാണ് ഞാൻ ബ്രസ്റ്റ് എടുത്തിട്ടുള്ളത്. സാധാ 500 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റീസ് മാറ്റാം. അപ്പോൾ 500 ഗ്രാം ചിക്കനാണ്, ഞാനിതൊരു മീഡിയം പീസസ് ആയിട്ടാണ് മുറിക്കുന്നത്. ഇനി ഇതിൻ്റെ സിമ്പിൾ പരിപാടി എന്താണെന്നുള്ളതിൻ്റെ ഇതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു മിക്സി എടുക്കുക. ഞാനിവിടെ പാത്രത്തിലാണ് കാണിക്കുന്നത്. മിക്സി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാത്രത്തിന് എണ്ണം കുറയ്ക്കാമല്ലോ. അപ്പോൾ മിക്സി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തക്കാളി ഇടുക. അതായത് നിങ്ങൾ മിക്സിയിൽ എങ്ങനെ അരയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തക്കാളിയുടെ വലിപ്പം വെച്ചാൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ മിക്സിയിൽ അരവ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ഈ തക്കാളി അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് തക്കാളി ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പച്ചമുളക്, ഒരു 4-5 പച്ചമുളകും, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് മതി കേട്ടോ. പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, അതായത് വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വരുന്ന രീതിയിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുക്കുന്നത്. ഈക്വലായിട്ട് എടുക്കണം. പിന്നെ ഒരു 9 തൊട്ട് 10 അല്ലി വരെയുള്ള വെളുത്തുള്ളിയും ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുക്കാം. അരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ തക്കാളി പഴുപ്പ് അധികം ഉണ്ടാവില്ല, എന്നാലും പേടിക്കൊന്നും വേണ്ടത്, നമ്മൾ മൊരിച്ചെടുക്കാനാണ് പോകണം. അപ്പോൾ ഇത് അരച്ച് നമുക്ക് എടുത്തുകൊണ്ട് വരാം. നമുക്ക് ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണേ. എന്ത് തരം എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ മിക്സില്ലേ അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഭയങ്കര സിമ്പിളല്ലേ, അതെല്ലാം കൂടി ഇങ്ങനെ മിക്സിയിൽ അടിക്കുക, എന്നിട്ട് അത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയുടെ പരിപാടി. ഇതിനകത്ത് നമ്മൾ സാധാരണ ഇടുന്ന പൊടികളാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ പൊടിയൊന്നും ഇടാറായിട്ടില്ല. നമ്മളൊന്ന് ഇളക്കി ഒരു മിനിറ്റ് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടട്ടെ കേട്ടോ. അപ്പോൾ വാടി കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ റെഡിയാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പിടാം. ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. ഇത് ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേഗം വറ്റാൻ വേണ്ടിയിട്ടാണ്, മൂടി വെക്കണില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ നല്ലപോലെ എണ്ണ തെളിയണം. അപ്പോൾ നല്ലപോലെ സ്പ്ലാറ്ററിങ് ഉണ്ടാവും, എല്ലാവരും തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ മുരിഞ്ഞില്ലെങ്കിൽ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഭയങ്കര പച്ചച്ചോവ നിൽക്കും. നല്ലോണം മുരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിലിപ്പോൾ തക്കാളി ഉപയോഗിച്ചതിന് പകരം ചിലർക്ക് തക്കാളിയുടെ ആ പുളി ഇഷ്ടമല്ലെങ്കിൽ തക്കാളിക്ക് പകരം 1 സബോള അല്ലെങ്കിൽ 2 സബോള ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ തന്നെ മിക്സിയിൽ അരച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ തക്കാളിയും സബോളയും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ചും ചെയ്യാം. ഈ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ ഇത്തിരി സമയം എടുക്കുന്നൊരു ഭാഗം, അതായത് ആ മുരിച്ച് ചിക്കൻ വേകുന്ന ഭാഗം. പ്രെപ്പിംഗ് ടൈം ഭയങ്കര കുറവ്, എല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ചിക്കൻ കൂടെ അടിച്ചെടുത്താൽ മതി. നമ്മൾ ആദ്യത്തെ മസാല ചേർക്കാൻ പോകുന്നത് മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ മഞ്ഞളാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് മഞ്ഞൾ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ കൂടി കൂടുതൽ ഇട്ടാൽ അധികം മഞ്ഞൾ ഇടുമ്പോൾ പിന്നെ മഞ്ഞളിൻ്റെ ഒരു കുത്താവും. ഞാനിവിടെ ഇടുന്നത് 1 ടീസ്പൂൺ മഞ്ഞളാണ്. ഇത് നല്ലോണം ആ മഞ്ഞളൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മസാലകൾ ചേർക്കാം. മഞ്ഞളൊരു പച്ചക്കുത്ത് മാറുന്നതിന് മുമ്പ്, അതായത് ഇട്ടിട്ടൊരു എന്താ പറയുക ഒരു 10-20 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അടുത്ത മസാല ഇടാം. ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാൻ പൊതുവേ നല്ല സ്പൈസി ആയിട്ടാണ് കറികൾ വെക്കാറ്. ഇത്രയും സ്പൈസി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നെങ്കിൽ മുളക് പൊടിയുടെ അളവ് ഇത്തിരി കുറയ്ക്കുക, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ജീരകത്തിൻ്റെ പൊടി. ഇതിനെ എന്ത് ജീരകം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി
ക്യൂമിൻ പൗഡർ എന്നാണ് പറയുക. സാധാ ജീരകം, അതായത് കറിയിലിടുന്ന ജീരകം, പെരിഞ്ജീരകമല്ല, സാധാ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂൺ ഉപയോഗിക്കാം. അതൊരു നല്ലൊരു ഫ്ലേവർ കൊണ്ടുവരും. അപ്പോൾ എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് മൊരിയിക്കാം. അപ്പോൾ എണ്ണ ഇത്തിരി കൂടിയും പുറത്തേക്ക് വന്നു തുടങ്ങും. അപ്പോൾ കണ്ട നല്ലപോലെ മൊരിഞ്ഞ് നല്ല കളറൊക്കെ മാറി നല്ല രസമായിട്ട് വന്നു അല്ലേ. അപ്പോൾ അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ചിലർ എണ്ണ കുറവുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ വേണേൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഒഴിക്കുന്നില്ല. ഇതിൽ ആവശ്യത്തിന് എണ്ണ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളം, ആ മിക്സിയൊക്കെ കഴുകിയ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിക്കണം. അപ്പോൾ അതിലത്തെ ആ സാധനം വേസ്റ്റായി പോവില്ല. ഇതാക്കി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കൻ ഇടുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഭയങ്കരമായിട്ട് ചാറ് കൂടും. അപ്പോൾ വളരെ കുറച്ച് ആ മിക്സി കഴുകാൻ പാകത്തിന് വേണ്ടി മാത്രം വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചിക്കൻ അരിയാട്ടോ. നമ്മുടെ നാട്ടിൽ വലിയ കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ചിക്കൻ വേവില്ല എന്ന് വിചാരിക്കേണ്ട. ചിക്കൻ നല്ലപോലെ വേവും. അതുപോലെ സ്ലോ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ഇതിനുള്ളിൽ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി ഇത് മൂടി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ നല്ലോണം വേവും, പേടിക്കണ്ട. സ്ലോയിലിട്ടിട്ട് ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തീ സ്ലോ ആക്കാം. വളരെ സ്ലോ ആക്കിയിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് അത് ആവിയിൽ വേവിക്കാം. അതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ്, വേണമെങ്കിൽ 1/2 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ അത് വേവണം വരെ നമ്മുടെ ഇഷ്ടത്തിന് വേവണം അനുസരിച്ച് നമുക്ക് അത് മൂടി വെച്ച് വേവിച്ചുകൊണ്ടിരിക്കാം. മൂടി തുറന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം വേഗം വറ്റിപ്പോവും. അപ്പോൾ വറ്റി പോവാണ്ട് നമുക്ക് നല്ലപോലെ വെള്ളത്തോട് കൂടെ വെന്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മൂടി വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക, പിന്നെ മൂടി വയ്ക്കുക. അങ്ങനെ വെള്ളം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, അതായത് ഒരു എന്താ പറയുക 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാന്ന് പറയില്ലേ, അങ്ങനെ വെള്ളമൊഴിച്ച് വേവ് ഇഷ്ടാവുന്ന രീതിയിൽ വരെ വേവിക്കാം. അപ്പോൾ ഈ ചിക്കൻ വേവുന്ന സമയം വരെയുള്ള സമയമാണ് എടുക്കുക. അപ്പോൾ അത് കാരണം ഞാൻ 5 മിനിറ്റ് കൊണ്ട് ചിക്കൻ ഉണ്ടാക്കാമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി, അതായത് കുറേ അരിയാനും കുറേ ഇതാക്കാനൊന്നും സമയം ചിലവാക്കുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കളറൊക്കെ മാറി നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിടക്കണുണ്ടോ. അതാ ഞാൻ പറഞ്ഞത്, നല്ലപോലെ വേവുകയും ചെയ്യും. നല്ല ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം. ഹൈ ഫ്ലെയിം ആക്കി എന്താ പറയുക മൂടി തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. അല്ല ഇത്തിരി മസാല ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യാം. ഞാൻ ഇത്തിരി കൂടി ഒന്ന് ഡ്രൈ ആക്കാനാണ്, എന്നാൽ ഞാൻ പക്ക ഡ്രൈ ആക്കണില്ല. നല്ല രസമല്ലേ മസാല കാണാൻ. ഇപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, നല്ലപോലെ ഉടയുന്നുണ്ട്. ഈ എല്ലുള്ള പീസാണെങ്കിലും നല്ലപോലെ വേവും. അത് പേടിക്കൊന്നും വേണ്ട. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് മസാലയൊക്കെ ഇറങ്ങി നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി. നമുക്കിതിനി ചൂടോടെ സെർവ് ചെയ്യാം. പിന്നെ ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ മല്ലിയില യൂസ് ചെയ്യണം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഉപയോഗിക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് അറിയാം. അപ്പോൾ മല്ലിയില വേണമെന്നില്ലെങ്കിൽ മല്ലിയില വേണ്ട. കറിവേപ്പില ഇടുന്നെങ്കിൽ കറിവേപ്പില ഇടാം, അല്ലെങ്കിൽ സെലറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്താ ഗാർണിഷ് ചെയ്യാൻ സ്പ്രിംഗ് അണിയൻ വേണമെങ്കിൽ സ്പ്രിംഗ് അണിയൻ യൂസ് ചെയ്യാം. ഞാനിവിടെ മല്ലിയില വെച്ചിട്ടാണ് അലങ്കരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ്റെ റെസിപ്പി. നല്ല ചൂടും നല്ല എരിയൊക്കെയുള്ള ചിക്കൻ കറിയാണ്. ഞാൻ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ എരിവും മസാലയും ഒക്കെ ചിക്കനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ചിക്കനിൽ മസാല മാരിനേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി എരിവുള്ള, എന്നാൽ കുറച്ച് പുളിയും അല്ലാതെ ഉള്ള, എന്താ പറയുക, ആ കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടി ഇങ്ങനെ നമ്മുടെ നാവിലിങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ ചാതി ടേസ്റ്റാണ്. ഞാൻ അവരിനോട് കൂടി കഴിക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ തീരെ ബുദ്ധിമുട്ടല്ല. ഒക്കെ കൂടി മിക്സിയിൽ അടിക്കുക, എണ്ണയിൽ മൊരിയിക്കുക, ചിക്കൻ ഇടുക, അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പണി. നല്ലോണം മൊരിയണയിലാണ് എല്ലാതും ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഓക്കെ, അടുത്ത പ്രാവശ്യം കണ്ടവരെ ടാറ്റാ.